UDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന അന്തിമ ശതമാന കണക്കുകളിൽ വ്യത്യാസമുണ്ടെന്നും കോൺഗ്രസ് നേതാക്കളായ VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും. ഷാഫി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടും. 12,000-നും 15,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടി രാഹുൽ വിജയിക്കും. കൽപ്പാത്തിയിലെ 72 BJPക്കാർ വോട്ട് ചെയ്തില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറേ പ്രചരണങ്ങൾ നടത്തും, ഇല്ലാത്ത കഥകൾ കുറേ പറഞ്ഞുണ്ടാക്കുകയും കുറേ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് കുറേ മീഡിയ സ്പേസും വാർത്തയൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഈ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന പരിപാടി ഇവർ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടു കൂട്ടരും നിർത്തിയിട്ടില്ല. അപ്പം ഇന്നലെ ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത് എന്താണ്? BJPയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരത്തിൽ ഭയങ്കരമായിട്ട് വോട്ട് കൂടി, UDFന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള പിരാരിയിൽ ഭയങ്കരമായിട്ട് വോട്ട് കുറഞ്ഞു. സത്യമല്ല. ഇന്നലെ ആദ്യം നടന്നൊരു പ്രതികരണങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതല്ലേ ഇന്നലെ ആദ്യം പുറത്തേക്ക് വന്നു. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് സ്ഥാനം പ്രഖ്യാപിക്കലും പോസ്റ്റഡിലും ഒക്കെ ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ ചാടിക്കേറിയപ്പോൾ പ്രതികരിക്കാതിരുന്നത് ഇതിൻ്റെ ഒരു കണക്ക് ബാലറ്റ് അക്കൗണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ബാലറ്റ് അക്കൗണ്ട് ബൂത്തുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയ വോട്ട് അനുസരിച്ചിട്ട് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2021 കമ്പയർ ചെയ്യുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഈ പറയുന്ന BJP നഗരത്തിൽ കൂടുകയും പഞ്ചായത്തിൽ കുറയുകയും ചെയ്യുന്ന ഒരു സിനാരിയോ അല്ല ഉണ്ടായിട്ടുള്ളത്. കുറവ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ വർധന വന്നിട്ടുണ്ട്. അതിന് കണ്ണാടിയിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നഗരത്തിലാണ് വോട്ട് ഏറ്റവും കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത്. ആദ്യമൊക്കെ ഒരുപാട് പുകമറകളും വിവാദങ്ങളും സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ വിഫലമായി പോയി. ആ ശ്രമങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും ഒരു മുന്നണിയല്ല, രണ്ട് മുന്നണിയും തുടക്കത്തിൽ ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് പ്രവർത്തിച്ചത്. ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പൊതുസമൂഹം അറിയേണ്ട വിഷയങ്ങൾ, അത് രാഷ്ട്രീയമാണെങ്കിലും ദേശീയ സംസ്ഥാന രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാൻ UDFന് കഴിഞ്ഞു എന്നുള്ളതാണ്. ജനങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ നേട്ടം. ആ നേട്ടം, ഈ ചർച്ചകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം UDFനാണുള്ളത്. ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് മാധ്യമങ്ങളും സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായ മറുപടി നൽകിയിരുന്നു.